കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടിവിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. W എന്ന അക്ഷരം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അക്ഷരമാണ്. രാജതുല്യമായിട്ടുള്ള പേരുകളോടുകൂടി പ്രൗഢിയോടുകൂടി പേരുകളുള്ളതാണ് W എന്ന് പറയുന്നത്, അല്ലേ? ആണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ കാണുന്ന ആളിനും ചിലപ്പം W വെച്ചിട്ടുള്ള പേരായിരിക്കും ഉള്ളത്, അല്ലേ? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വളരെ സ്വാത്വിക സ്വഭാവത്തോടു കൂടിയ ആളല്ലേ? പക്ഷെ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അല്ലേ? ദേഷ്യം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകൾ തന്നെയല്ല. 10, 23, 29, 30 വയസ്സിനുള്ളിൽ ചെറിയ ചെറിയ അപകട ഭീതികളും മറ്റു കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാന്തരമുള്ള അക്ഷരക്കാരാണ് ഈ W എന്ന് പറയുന്നതായിട്ടുള്ള അക്ഷരം. വീടിനോടും കുടുംബത്തോടും അത്യധികം സ്നേഹം പുലർത്തുന്ന, ലാളിത്യമുള്ള, സ്നേഹം പ്രേമമൊക്കെ ഇഷ്ടപ്പെടുന്ന, നല്ല സുന്ദരന്മാരായിട്ടുള്ളതും സുന്ദരികളായിട്ടുള്ള ഒരു അക്ഷരമാണ് W എന്ന് പറയുന്നത്. ആ W പിറന്നവർക്കൊക്കെ ആദ്യത്തെ കുറേ കാലഘട്ടത്തിൽ 8, 9, 10 വയസ്സ് വരെ കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയം നല്ല സുഖവും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള യോഗ. എന്നാൽ അവരുടെ ഒരു 30 വയസ്സ് വരെ നോക്കിയാൽ അത്യന്തം ഗ്രഹപ്പഴകൾ തനൊക്കെ ഉണ്ടായെങ്കിൽ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരവസ്ഥ ഈ W എന്ന് പറയുന്ന അക്ഷരത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് കാണുന്നുണ്ട്. പക്ഷെ അവർ ഒരു 30, 35 വയസ്സ് കഴിഞ്ഞാൽ 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പുരോഗമനവും നല്ല ജോലിയിലും നല്ല സർക്കാർ ജോലിയൊക്കെ കിട്ടുന്നതായിട്ടുള്ള, സർക്കാർ സേവനങ്ങൾ കൂടുതൽ കിട്ടുന്നതായിട്ടുള്ള ഒരു അക്ഷരം കൂടാണ് W എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മുൻകോപം, മുൻശുണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കലഹപ്രിയരായിരിക്കും. ഏതൊരു രീതിയിലും കലഹം കണ്ട് ഇഷ്ടപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവർ കലഹിക്കുന്നതാണേലും മറ്റുള്ള കുടുംബത്തിലെ കലഹങ്ങളാണേലും ഇതൊക്കെ വളരെ സൗമ്യമായിട്ട് നിന്നില്ലേ? നിങ്ങൾ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ചെറിയ തോതിലെങ്കിലും ശരിയല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ നമ്മൾ ഒന്ന് നിയന്ത്രിച്ച്, ഇതിനെല്ലാം കാരണം എന്താ? ഇതിനെല്ലാം സൂചനകളും മറ്റു കാര്യങ്ങളാണ് ഓരോ അക്ഷരത്തിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ പറയുന്നത്. അതൊക്കെ നമ്മൾ നിയന്ത്രിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും കുറച്ച് ഭാരങ്ങളൊക്കെ താത്തു വെക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി 3/4% സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല തോതിൽ, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഏതൊരു ജോലിയിൽ പ്രവേശിച്ചാലും നല്ല രീതിയിൽ അധ്വാനിക്കുകയും ആ ജോലിയോട് കൂറുണ്ടാവുക ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു അക്ഷരമാണ് W എന്ന് പറയുന്നത്. പിന്നെ കൂട്ടുകൃഷി മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ലഹരി പദാർത്ഥങ്ങളിൽ അടിമയായി പോകാനുള്ള ഒരു സാധ്യത ഈ W എന്ന് പറയുന്ന ആൾക്കാർക്കുള്ള, ഏത് ലഹരിയിലും ആയിക്കോട്ടെ. ലഹരി ഇപ്പം ചായ കുടിക്കുന്ന ഒരു ലഹരിയാണ്. എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരുന്ന അതന്നെ കുടിച്ചുകൊണ്ടിരിക്കും. മുറുക്കുകൊണ്ടിരുന്ന അതിലൊരു ലഹരി ഉണ്ടാകുക. മറ്റു രീതിയിലാണെങ്കിൽ അങ്ങനെ ഒരു ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്നതായിട്ടുള്ള ഒരു അക്ഷരം കൂടാണ് W എന്ന് പറയുന്നത്. അന്യദേശവാസത്തിനും അന്യദേശത്ത് സ്വന്തമായിട്ടുള്ള ധനം കൊണ്ട് വീട്, ഫ്ലാറ്റ് അല്ലെങ്കിൽ സുഖലോലുപ മന്ദിരങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അതുപോലെ തോട്ട ബിസിനസ്, എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. വാഹനമായിട്ടും ഇങ്ങനെയൊക്കെ മണ്ണിനോട് ചേർന്നിട്ടുള്ള കൃഷി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, എസ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു അക്ഷരമാണ് W എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.